20 വർഷമായി ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ബഹ്റിനിൽ ഒരുപാട് പേരുമായി സംവദിക്കാനും അവരെ ഇൻ്റർവ്യൂ ചെയ്യാനും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാനൊരു ഭാഗ്യമായി തന്നെ കാണുന്നു. ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അതിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അവരുമായി സംവദിക്കാൻ അവസരം ലഭിച്ചു. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ സംവദിച്ചവർക്ക് എല്ലാവർക്കും തന്നെ എന്തെങ്കിലും വ്യത്യസ്തമായി പറയാനുണ്ടായിരുന്നു ഓരോ പ്രാവശ്യവും, അല്ലെങ്കിൽ അവരിലൊരു പ്രത്യേക ലീഡർഷിപ്പ് സ്കില്ലുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ അതിഥി. മറ്റാരുമല്ല, ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ്, പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡി ശ്രീ PV രാധാകൃഷ്ണപിള്ള. സർ, സമാജം പോലെ ഒരു എൻറ്റിറ്റി, അതായത് മദർ ഓഫ് ഓർഗനൈസേഷൻസ്, എക്സ്പാറ്റ് ഓർഗനൈസേഷൻസ് എന്നൊക്കെ പറയാവുന്ന ഇത്രയും ലെഗസിയുള്ള ഒരു ഓർഗനൈസേഷനിൽ ലീഡർഷിപ്പിൽ വർഷങ്ങളായിട്ട് യു ബീൻ ഹിയർ, പല റോളിൽ, കറൻ്റ്ലി ദ പ്രസിഡൻറ്റ് അല്ലേ. തിരിഞ്ഞു നോക്കുമ്പോൾ സമാജത്തിൻ്റെ ഒരു സക്സസ്ഫുൾ പ്രോജക്റ്റ് വിച്ച് ഹസ് ടച്ച്ഡ് യുവർ ഹാർട്ട്, വാട്ട് ഇസ് ഇറ്റ്? വിജയപ്രദമായി നടപ്പാക്കിയ നിരവധി പ്രൊജക്റ്റുകളുണ്ട്. അത് സാംസ്കാരിക രംഗത്തും അതുപോലെ ജീവകാരുണ്യ മേഖലയിലുമൊക്കെ സക്സസ്ഫുള്ളായ ധാരാളം പ്രൊജക്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് ബഹ്റിലെ പ്രവാസികളുടെ ഞാൻ കണ്ടുവന്നിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാധാരണക്കാരായ ആളുകൾ ഇടയ്ക്ക് വെച്ച് അവർ മരിച്ചു പോവുകയാണ്. എന്തെങ്കിലും അസുഖം മൂലം, അല്ലെങ്കിൽ അപകടം മൂലം, അല്ലെങ്കിൽ ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം മരിച്ചു പോകുമ്പോൾ ആ കുടുംബത്തിന് യാതൊരു നാഥനില്ലാതെ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലെങ്കിലും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ഒരു 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 വിചാരം, ഒരു ആവശ്യം എനിക്ക് തോന്നി. അങ്ങനെയാണ് സമാജത്തിൻ്റെ വെൽഫെയർ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സമാജത്തിലെ ഒരു അംഗം മരിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ 10 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വൈഫിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്കീം തുടങ്ങി. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് 10-12 പേര് ഇതിനകം മരിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ഹെൽപ്പാണ്, എങ്കിൽ പോലും അത് സമാജം അവരെ കെയർ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ അവരിലുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. സാംസ്കാരിക രംഗത്തെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഓണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് ആഘോഷിക്കുന്ന അതേ ഗൃഹാതുരത്വത്തോടെ, അല്ലെങ്കിൽ അതേ താല്പര്യത്തോടെ, ഉത്സാഹത്തോടെ ഇവിടെ പുനരാവിഷ്കരിക്കുന്നുണ്ട്. രാജിക്കറിയാമല്ലോ, ഈ വർഷം 44 ദിവസം തുടർച്ചയായ ഓണാഘോഷ പരിപാടികളായിരുന്നു. അതിന് നമ്മുടെ മലയാളി സമൂഹത്തിൽ നിന്നും ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും ഒക്കെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ വേദനകളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഉത്സവങ്ങൾ കൊണ്ട് സാധ്യമാകുന്നത്. നമ്മൾ നമ്മുടെ വേരുകൾ തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ഒരു ഉപാധി കൂടിയായിട്ടാണ് ഉത്സവങ്ങളെ, അല്ലെങ്കിൽ സാംസ്കാരിക ഉത്സവങ്ങളെ ഞാൻ കാണുന്നത്. സാറിപ്പോൾ ഓണം ടച്ച് ചെയ്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, 44 ദിവസം ഇത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. 10 തുടങ്ങിയതാണ് നമ്മൾ, 10 ഒരു മാസമായി, ഇപ്പം 44. അപ്പം എല്ലാ നാട്ടിലുള്ള ഒരുപാട് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പിള്ളേരോണം മുതലുള്ളതൊക്കെ ഇങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ടീമിൻ്റെ ആവശ്യമുണ്ട്. ഇവിടുത്തെ ഒരു എൻതൂസിയാസം സമാജത്തിൽ ഞാൻ എപ്പോഴും റെഫർ ചെയ്യുന്നത് ടീം BKS. അതിൻ്റെ ഒരു സാർ അത് വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന ആ കാഴ്ചപ്പാട് എന്താണ്, ഒരു സെക്കൻഡ് ലൈൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ദിസ് ഇസ് ഫങ്ഷണൽ. ഒരു വർഷത്തെ കാലണ്ടർ ഇസ് ഇൻ പ്ലേസ് ആൻഡ് പീപ്പിൾ ആർ കമ്മിങ് ഫോർവേഡ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോലിക്കാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞിട്ടും സമാജം ഹാസ് ബിക്കം എൻ ഇമോഷൻ അല്ലേ. വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് എ ടീം? നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല. നിരന്തരമായി വിജയങ്ങളാണ് നമ്മുടെ സമാജത്തിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ ഉണ്ടാകാം. അതിനൊക്കെ രാജി പറഞ്ഞ പോലെ ഒരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, കൃത്യമായ ടീം വർക്കുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലുടനീളം എന്നോടൊപ്പം സഹകരിക്കുന്ന ഒരു നല്ല ടീമിനെ വാർത്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പരിമിതിയുള്ള ധാരാളമുണ്ട്. ഞാൻ അങ്ങനെ ഒരു മാനുഷ്യനായ ലീഡറൊന്നുമല്ല. പക്ഷേ എൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിമിതികളെ അതിജീവിക്കുവാൻ കഴിവുള്ള ആളുകളെ എന്നോടൊപ്പം ചേർത്ത് നിർത്തും. ഓരോ വിഭാഗങ്ങൾ മികവ് കാണിക്കുന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ നമ്മുടെ കൂടെ നിർത്തുക. ഉദാഹരണത്തിന് IT എക്സ്പെർട്സ്, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാനുള്ള എക്സ്പെർട്ട്, പൈസ പിരിക്കാനുള്ള എക്സ്പെർട്ട്, അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു പ്രോഗ്രാമിന് മാത്രം അവരെ ചേർത്ത് പിടിക്കാതെ ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൂടി ഞാൻ മാറാൻ ശ്രമിക്കും. അവരുടെ കുടുംബം, അല്ലെങ്കിൽ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഗെറ്റ് ടുഗദറുകൾ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ സ്നേഹത്തോടെ വഴക്ക് പറയുക,
അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലും ഇടപെടാറുണ്ട്. സാധാരണ ധാരാളം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാറുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ ഈ സ്വാധീനം എന്ന് പറഞ്ഞുകൊണ്ട് പരിചയം കൊണ്ട് വരുന്ന ആളുകളെ സമീപിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്നോടുള്ള സ്നേഹം കൂട്ടുകയും അവരുടെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ഒരു ശ്രമം നമ്മുടെ സമ്മാനത്തിന് മുതൽക്കൂട്ടാകുകയും ചെയ്യും. അപ്പോൾ അതാണ് ടീം വർക്കിൻ്റെ. തീർച്ചയായിട്ടും സമാജത്തിൻ്റെ സക്സസ് ഇസ് ദ ടീം ലെഡ് ബൈ ഏബിൾ ലീഡർഷിപ്പ്. ഡെഫിനറ്റ്ലി സാർ എപ്പോഴും വളരെ വോക്കലാണ്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഏതൊരു പ്ലാറ്റ്ഫോമിലും അവതരിപ്പിക്കാൻ, അതിപ്പോൾ ലോക കേരള സഭയായാലും ശരി, ഇവിടെ വിസിറ്റ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സോ VIPസോ അല്ലെങ്കിൽ എംബസി ഈവൻസിലോ എപ്പോഴും സാർ യുണീക്കായിട്ടും ഡിഫറെൻ്റായിട്ടും പ്രവാസികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സാറിൻ്റെ തോട്ടിൽ എന്താണ് പ്രവാസികൾക്ക് അവരുടെ ഒരു ചലഞ്ച് എന്താണ്, വിച്ച് യു തിങ്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു പ്രശ്നം? പ്രവാസികൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് പ്രവാസികൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് രാഷ്ട്രീയ നേതാക്കൾക്കായിക്കോട്ടെ ഭരണകർത്താക്കൾക്കായിട്ട് അവർക്ക് ആർക്കും സംശയമില്ല. പക്ഷേ അവരുടെ കോൺട്രിബ്യൂഷന് പ്രൊപ്പോർഷനേറ്റായിട്ട് അവർക്ക് സഹായം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഉദാഹരണത്തിന് നമുക്കൊരു കോൺസ്റ്റിറ്റ്യുവൻസി ആവശ്യമാണെന്ന് ഞാൻ എപ്പോഴും പറയും. കഴിഞ്ഞ കേരള സഭയിൽ ഞാൻ ആ ആവശ്യം ഉന്നയിക്കുകയും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിനെ പോസിറ്റീവായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു 40 ലക്ഷം ആളുകളെങ്കിലും ഗൾഫിൽ മാത്രമുണ്ട്. ഗൾഫിലെ മലയാളികൾ അല്ലെങ്കിൽ പ്രവാസികളായ മലയാളികൾ ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വരുന്നവരാണ്. എന്ന് വെച്ചാൽ യൂറോപ്പിലെ അല്ലെങ്കിൽ അമേരിക്കയിലോ പ്രവാസികളെ പോലെ അവർ തിരിച്ചു പോകാറില്ല. നമ്മൾ തിരിച്ചുപോയി നമ്മളവിടെ സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു വോയിസ്, അവരുടെ ഒരു ശബ്ദം നിയമസഭയിലോ പാർലമെൻറ്റിലോ ഇല്ല എന്നുള്ളത് ഒരു റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതൊരു ദീർഘകാലത്തെ ഒരു ഡ്രീമാണ്. അത് നടത്തിയെടുക്കുന്നതിന് ഒരുപാട് കടമ്പകൾ ഇറക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ പ്രവാസികൾക്ക് വോട്ടവകാശം പേപ്പറിലാണ്. കുറേയൊക്കെ ഭാഗ്യമായിട്ട് നടക്കുന്നുണ്ട്. അത് അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ നടക്കണമെങ്കിൽ നമുക്ക് എംബസികളിൽ പോയി വോട്ട് ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാകണം. കാരണം ഇപ്പോൾ അഫ്ലുവൻ്റ് ആൾക്കാർക്ക് സ്വന്തമായി ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയി വോട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഒരു പ്രവാസികളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. സാധാരണക്കാരനായ ആൾ ഇവിടെ 50 ദിനാർ ജോലി ചെയ്യുന്ന 60 ദിനാർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവാസികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതൊരു ദീർഘകാല ഡ്രീമാണ്. ഇപ്പോൾ പ്രവാസികളെന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. ചില പണക്കാർ അവരുടെ പണത്തിൻ്റെ മൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ സംഘടനാ ബോധം കൊണ്ട് അവരേതെങ്കിലും നാട്ടിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പ്രതികരിക്കുന്നത്. പക്ഷേ അപ്പോൾ അവർ നാട്ടിലെ പ്രശ്നങ്ങളാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേസമയം പ്രവാസികളുടെ ഇടയിൽ നിന്നും ഒന്നുകിൽ ബൈ നോമിനേഷൻ അല്ലെങ്കിൽ ബൈ എലക്ഷൻ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം എന്ന് അത് കേരളത്തിലെ ലോകകേരള സഭയിലും നമ്മുടെ പ്രവാസി മീറ്റിലൊക്കെ ദേശീയ തലത്തിൽ ഉള്ള പ്രവാസി മീറ്റിലൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. സർ, സമാജത്തിൽ ഇപ്പം ഉദ്ദേശം എത്ര മെമ്പേഴ്സ് ഉണ്ട് സമാജത്തിൽ? 2000 എന്ന് പറയുമ്പോൾ 2000 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സബ്സിഡി അടയ്ക്കാത്തവരുണ്ട്. പക്ഷേ ഒരു 14,000 പേര് ഈ ഗ്രൂപ്പിൽ പെടും, ഫാമിലി ഉൾപ്പെടെ. വളരെ ചെറിയൊരു നമ്പറാണ് അല്ലേ കമ്പയർഡ് ടു ദ. ഞാൻ പറഞ്ഞല്ലോ, ഇത് അത് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ സമാജത്തിലെ മറ്റ് സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള അവകാശം ആണ് അവർക്കുള്ളത്. അതേസമയം ഇത് ഓപ്പൺ ടു ആളാണ്. ഏത് മലയാളിക്ക്, ഏത് ഇന്ത്യക്കാരനും സധൈര്യം. അതിലേക്കാണ് ഞാൻ വരാൻ തുടങ്ങിയത്. കാരണം സമാജം എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു, കേരളീയ സമാജം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ അതിൽ ഒരു 8 വർഷം പോസ്റ്റ് കോവിഡ് വേണമെങ്കിൽ പ്രിസൈസ്ലി പറയാം, അതിനൊരു ഷിഫ്റ്റ് വന്നിരിക്കുന്നു. പാൻ ഇന്ത്യ എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അപ്പം ഇവിടെ പല ഗസ്റ്റ് വന്നപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇറ്റ്സ് ജസ്റ്റ് നോട്ട് മലയാളം അല്ലേ എന്നുള്ളൊരു തോട്ട്. അതിലേക്കൊരു ഡെലിബറേറ്റ് എഫേർട്ട് സാറിൻ്റെ ലീഡർഷിപ്പിലുള്ള ടീം ഇട്ടതായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കോവിഡ് നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രവാസികൾ ഒന്നിച്ച് നിൽക്കണം, അത് ഇന്ത്യക്കാരെല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന ഒരു വലിയ പാഠം പഠിപ്പിച്ച ഒരു രോഗമാണ് COVID-19. അപ്പോൾ നമ്മൾ കാരണം ഈ ബഹ്റൈൻ കേരളീയ സമാജം തന്നെ ഇതിൻ്റെ പുതിയ ബിൽഡിങ് പ്രൊമൈസസ് രൂപം കൊണ്ടിട്ടുള്ളത്, ഇവിടുത്തെ കൾച്ചർ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒക്കെ മലയാളികളുടെ സഹായം കൊണ്ട് മാത്രമല്ല. മലയാളികൾക്ക് അപ്പുറം ഇന്ത്യക്കാർ, വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ സഹായം നമ്മൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ഈ ബിൽഡിംഗ് തന്നെ കെട്ടിപ്പടുക്കുന്നതിൽ ഇപ്പോൾ BR ഷെട്ടി സാറ് തുടങ്ങിയ ജഷൻ മാളിലെ ആളുകൾ, ഒരുപാട് ആളുകളുടെ സഹായം, നോൺ മലയാളീസായിട്ട് അവരുടെ സഹായം തരും. അപ്പോൾ തീർച്ചയായിട്ടും ആ സമൂഹത്തിൻ്റെ സപ്പോർട്ടുണ്ട്
അപ്പോൾ നമ്മൾ ഒന്നിച്ചു പോകണം. മലയാളി ഐശ്വര്യൻ്റെ അല്ല, നമ്മൾ എല്ലാവരും ചേർത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ബലം, നമുക്ക് കൂടുതൽ അർത്ഥവത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവായിട്ടാണ് കോവിഡിന് ശേഷം നമ്മൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടി തന്നെ നമ്മൾ ചില പ്രോഗ്രാമുകൾ ഇടാറുണ്ട്. ഉദാഹരണത്തിന് ഇൻഡോ ബഹ്റിൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംഗീത നൃത്ത ധാരകളെ ബഹ്റിന് പരിചയപ്പെടുത്തുന്ന ഒരു ഉത്സവമാണ്. അതിൽ കൂടുതലും നോർത്ത് ഇന്ത്യൻസ്, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ പറയാറുണ്ട് നല്ല ഹിന്ദുസ്ഥാനി സംഗീതം അല്ലെങ്കിൽ ഒഡീസി, കഥക്ക് ഇതൊക്കെ കാണണമെങ്കിൽ ബഹ്റിൻ കേരളീയ സമാജത്തിൽ വരണം എന്നുള്ളത് അവർ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ. സർ, ഒരു വർഷം അവസാനിക്കുകയാണ് 25-26 സമാജത്തിൽ എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരാൻ ഡു യു ഹാവ് എനിത്തിങ്? Is it too early to ask? അല്ല, സമാജത്തിൽ ഇപ്പോൾ ഒരുപാട് സാച്ചുറേറ്റഡ് ആണെന്ന് ശരിയാണ്. കാലണ്ടർ ഇസ് ഫുൾ. പുതിയ കാര്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ചലഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ വേണം. അതൊരു ധാരണയിലുണ്ട്. അതിൻ്റെ ഒരു ഏകദേശ രൂപമുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കാം. പക്ഷേ മറ്റൊരു തരത്തിൽ എൻ്റെയും അല്ലെ ഞങ്ങളെ പ്രവാസി നേതാക്കന്മാരുടെയും ശ്രദ്ധ വേണം എന്ന് വിചാരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പ്രവാസിയുടെ ഒറ്റപ്പെടലാണ്. അതായത് തിരിച്ചുപോയ പ്രവാസികളുടെ മുൻ പ്രവാസികളായ ആളുകൾ നാട്ടിലുള്ളൊരു ഐസൊലേഷൻ ഉണ്ട്. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇപ്പോഴും അവരെ ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ള പരാതി എനിക്കുണ്ട്. അതായത് ഇപ്പോൾ നാട്ടിൽ തന്നെ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഗൾഫുകാരനാണ്, അപ്പോൾ അവരെ ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ടാണ് കാണുന്നത്. കാരണം അതൊരു വലിയ ഒരു ഐസൊലേഷൻ ഉണ്ട്. കാരണം വർഷങ്ങളായി 10-40 വർഷം പിന്നെ ബന്ധം വിച്ഛേദിച്ചു എന്ന് പറയാൻ പറ്റില്ല. വർഷത്തിലൊരിക്കലൊക്കെ അവർ പോകാം. പക്ഷേ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ധനികരാണ് എന്നുള്ള ധാരണ നാട്ടുകാർക്കുണ്ട്, ഭരണാധികാരികൾക്കുണ്ട്. അപ്പോൾ അവരെ മെയിൻ സ്ട്രീമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. അതിൻ്റെ ആ ഒരു തോന്നലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹാർമണി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ നാട്ടിലാകും. 3 എഡിഷൻ കഴിഞ്ഞു. അത് 3ഉം വലിയ സക്സസ്ഫുള്ളായി എന്ന് മാത്രമല്ല, അവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പരാതി ഇതാണ്. കാരണം അവരെ ഒരു വേറൊരു ക്ലാസ്സായിട്ട് കാണും. അവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല. അവർക്ക് ചിലവാക്കേണ്ടി വരുന്ന തുക വളരെ വലുതാണ്. അതായത് നാട്ടിൽ ജീവിക്കുന്ന ഒരാൾ കൊടുക്കുന്ന കൂലിയേക്കാൾ കൂടുതൽ ഒരു പ്രവാസിയിൽ അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതല്ല സ്ഥിതി. ഇപ്പോൾ 1% അല്ലെങ്കിൽ 1-5% വരെയാണ് ധനികരായ പ്രവാസികളുള്ളത്. ബാക്കി 95% ആളുകളും സാധാരണക്കാരാണ്. അപ്പോൾ അവരെ കൂടി മുഖ്യധാരയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു ആലോചനയുണ്ട്. നേരത്തെ ലോക സഭയിൽ ഉന്നയിച്ച ഒരു ആവശ്യം അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയും ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയുണ്ട്. അവർ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ഗൾഫ് പ്രവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാകുകയും ഒരു വില്ലേജിൽ ഒരു പ്രവാസി ഇൻഡസ്ട്രി, ചെറുതാണെങ്കിലും വ്യവസായം വരികയും ചെയ്യുക എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ശ്രമിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഒരുപാട് കടമ്പകളുണ്ട്. അത് സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അടുത്ത ഒരു ഗോൾ എന്ന് പറയുന്നത്. കുറഞ്ഞ വർഷം സമാജത്തിൽ നിന്ന് തിരിച്ചുപോയ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ വ്യവസായം തുടങ്ങാൻ പറ്റുമോ എന്നുള്ള ആലോചന പല തരത്തിൽ നടക്കുന്നുണ്ട്. സാധ്യത പ്രായമാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സമാജത്തിൽ നിന്ന് മാറി സാർ കുറേ വർഷങ്ങൾ, എനിക്ക് 6 വർഷത്തോളം ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാനായിരുന്നു. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് യു ഹാഡ് എ വിഷൻ ഓൾവേസ് ഫോർ ദി എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സ്. പ്രത്യേകിച്ചും പ്രവാസികളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളൊരു ഫീൽഡാണ് എഡ്യൂക്കേഷൻ. നമ്മൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾക്ക് പുറത്തേക്ക് പോയി പഠിക്കുക. അതുമാത്രമല്ല ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ആണല്ലോ സ്കൂൾസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനെപ്പോഴും ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സ്കൂളിലെ പല പ്രോഗ്രാംസും സാറ് ലീഡ് ചെയ്തിരുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ മാറി. ഇപ്പം ഓൾമോസ്റ്റ് 10 വർഷത്തിന് കൂടുതലായി എഡ്യൂക്കേഷൻ ഈസ് ചേഞ്ചിങ്, ദ സിനാരിയോ ഈസ് ചേഞ്ചിങ്. പറയുന്ന പോലെ ഡിജിറ്റൽ എറ വന്നു. What would be your suggestion to the school managers or school executive committees, not just Indian school, the larger, the diaspora, അവർക്ക് കേറ്റർ ചെയ്യുന്ന സ്കൂൾസിലേക്ക് സാറിൻ്റെ ഒരു തോട്ട് എന്താണ്? നമ്മൾ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമാണ്, വിദ്യാഭ്യാസം ചെയ്ത് മാത്രമേ മനുഷ്യർ വളരാൻ പറ്റൂ. അപ്പോൾ അത് ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പരിമിതികൾ ധാരാളമുണ്ട്. അത് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പരിമിതിയുണ്ട്. അത് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ മറ്റ് പല സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുന്നതിന് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പര്യാപ്തമല്ല എന്നുള്ള തോന്നലിലാണ് ഞാൻ ഇന്ത്യൻ സ്കൂളിൽ ചെയർമാനായിരുന്ന കാലത്ത് അത്തരത്തിലുള്ള ധാരാളം പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇടയായത്. എൻ്റെ കാലം 2003 തൊട്ട് 2008 അവസാനം വരെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ.
അപ്പോൾ ആ വർഷം പിന്നെ എനിക്ക് താല്പര്യമുണ്ട്, ഞാനും ഇൻട്രസ്റ്റാണ് പല പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും കുട്ടികളെ അത്തരത്തിലേക്ക് നയിക്കുവാനും ഒരു താല്പര്യമുണ്ട്. ഞാൻ മുന്നിൽ നിന്നപ്പോൾ അവിടുത്തെ അധ്യാപകർ അതിനോടൊപ്പം നിന്നു, പേരൻസ് അതിനോടൊപ്പം നിന്നു. ചില കാര്യങ്ങൾ രാജീവ് ഓർത്ത് കാണും. നമ്മൾ ഇന്ത്യൻ സ്കൂളിലൊക്കെ ചെറിയ ഈ ഫെസ്റ്റിവൽ, കൾച്ചറൽ ഫെസ്റ്റിവലൊക്കെ ഉണ്ട്, ചെറിയ തരത്തിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ കാലത്ത് നമ്മൾ വലിയ രീതിയിൽ ഇന്ത്യൻ സ്കൂൾ ഫെസ്റ്റിവൽ, ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂൾ ഫെസ്റ്റിവൽ, ഗൾഫിലെ ഇന്ത്യൻ സ്കൂൾ, 3 തരത്തിലായിട്ട് നമ്മൾ നടത്തി. അപ്പോൾ അവിടെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ എക്സ്പോഷർ ഉണ്ടാക്കുക. അപ്പോൾ അതൊരു വലിയ ഒരു തുറന്നു കൊടുക്കലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രയോജനം ഉണ്ടാവുകയും ചെയ്തു. ആ 6 വർഷക്കാലം 10th-നും 12th-നും 100% റിസൾട്ട് ഉണ്ടായ ഒരു കാലമാണ് ഇന്ത്യൻ സ്കൂളിൽ. അതിന് മുന്നോ പിന്നീടോ അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ കൾച്ചറൽ എക്സ്യൂബറൻസ് അല്ലെ കൾച്ചറൽ എക്സ്പോഷർ കുട്ടികളുടെ കഴിവിനെ പോസിറ്റീവായി ബാധിക്കുമെന്ന് വിശ്വസിക്കുകയും അത് ശരിയാണ് തെളിയിക്കുകയും ചെയ്ത ആളാണ്. പിന്നെ നമ്മൾ ഓർമ്മയുണ്ടല്ലോ, അന്ന് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളൊക്കെ വിളിച്ചത്. അതൊന്നും ഈ സാധാരണ സർക്കാർ സ്കൂളുകൾക്ക് പരിചിതമില്ലാത്ത ഒരു മേഖലയാണ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്. അത് നമ്മുടെ മാത്രമല്ല, അവിടെ വന്ന അധ്യാപകർ, ഇപ്പോൾ രവീണ ഗാന്ധിയെ പോലുള്ള സ്റ്റീവൻസൺ മുരീനെ പോലുള്ള അധ്യാപക ലീഡേഴ്സ് അവരാണ് അതിനെ തുറക്കി കുടിക്കുകയും നമ്മൾ അതിൻ്റെ പിന്നിലൊക്കെയും ചെയ്തു. അതിന് പോയിട്ട് വന്ന കുട്ടികളുടെ എക്സ്പോഷർ വലുതാണ്. അതുപോലെ തന്നെ അവരുടെ മറ്റ് സ്കില്ലുകൾ, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നമ്മുടെ വിജ്ഞാനം, നമ്മുടെ ന്യൂസ് പേപ്പർ റീഡിങ്, അവരുടെ പ്രസംഗ പരിശീലനം, മറ്റു കാര്യങ്ങളിലുള്ള അവരുടെ ഇടപെടൽ, ഇതൊക്കെ നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്തിയാണ്. അന്ന് തന്നെ നിങ്ങൾക്കറിയാം ISO സർട്ടിഫിക്കേഷൻ ആദ്യ സ്കൂളാണ്. പിന്നെ 2005 പിന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ. അതുപോലെ സാറന്മാരുടെ എംപവർമെൻറ്റ്, അവരുടെ ട്രെയിനിങ് പ്രോഗ്രാംസ്, അവരുടെ സാലറി കൂട്ടുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം സാറന്മാർ, അധ്യാപകർ ഹാപ്പി ആയിരുന്നെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം പാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ അധ്യാപകർ ആദ്യമായിട്ടൊരു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാലറി സ്ട്രക്ചർ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ചെയർമാനായിരുന്ന കാലത്താണ്. അപ്പോൾ അങ്ങനെ കുട്ടികളെ തീർച്ചയായിട്ടും അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ മികച്ച വിദ്യാഭ്യാസം. മികച്ച വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവർ 10th-ലോ 12th-ലോ ഉയർന്ന മാർക്ക് വായിക്കുന്നതല്ല. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ അവൻ്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അവൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, അവൻ ഏത് സാഹചര്യത്തിൽ പോയാലും എക്സൽ ചെയ്യാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് ഞാൻ കരുതുന്നു. അൺഫോർച്ചുനേറ്റ്ലി പല സ്കൂളുകളും അതിന് മുതിരുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമായി അവശേഷിക്കുകയാണ്. അവർക്ക് 10th-ലും 12th-ലും മികച്ച റിസൾട്ടുകൾ, A+ എത്ര കിട്ടി, അല്ലെങ്കിൽ റാങ്ക് എത്രയുണ്ട് എന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് പലരുടെയും ശ്രദ്ധ. ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കൂളിനെ ഉദ്ദേശിച്ചല്ല. എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികൾക്ക് മാർഗദർശകരാണ്. അതിനുള്ള വിഷനുള്ളവരായിരിക്കണം, ദീർഘവീക്ഷണമുള്ളവരായിരിക്കണം, ലോകത്തെക്കുറിച്ചുള്ളൊരു എക്സ്പോഷർ ഉള്ളവരായിരിക്കണം. അപ്പോൾ അതിൻ്റെ അഭാവം നമ്മുടെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഇന്ന് ദൃശ്യമാണ് എന്ന് വേദനയോടെ ഞാൻ പറയുന്നു. അതുപോലെ സർ, സോഷ്യൽ മീഡിയ, ആസ് വി കം ടു ദ ക്ലോസ് ഓഫ് ദ കോൺവെർസേഷൻ, വളരെ ആക്റ്റീവാണ് സാറ് സോഷ്യൽ മീഡിയയിൽ. ഒരുപാട് എഴുതാറുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ സമയം ഉണ്ടായിരിക്കും അല്ലേ, ജോലിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് മോഡിൽ. ബട്ട് ദെൻ ഐ തിങ്ക് ഫുള്ളി കമ്മിറ്റഡ് ടു BKS ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അതേസമയം തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ റൈറ്റപ്സ് വായിക്കാറുണ്ട്. സാറ് സോഷ്യൽ മീഡിയ എഴുതി കാണുന്നുണ്ട്. ഈ ഒരു ഡിജിറ്റൽ ഏജിൽ സോഷ്യൽ മീഡിയയിലൂടെ ചേഞ്ചസ് പെട്ടെന്ന് വരുത്താം, അല്ലെങ്കിൽ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം എന്ന് ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സോഷ്യൽ മീഡിയയിലേക്കുള്ള ഇടപെടൽ. തീർച്ചയായിട്ടും അത് സോഷ്യൽ ചേഞ്ചസ് വരുത്താം. അത് പോസിറ്റീവാകാം, നെഗറ്റീവാകാം. പിന്നെ കാരണം രാത്രിയുടെ മറവിലിരുന്ന് എന്തും എഴുതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാലത്തേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പോസിറ്റീവായിട്ടും ഇടപെടാം. ഇപ്പോൾ പുതിയ എഴുതാറ്, ഇപ്പോൾ ബോബി അച്ഛൻ അവിടെ നിൽക്കുന്നു, അതുപോലെ തന്നെ നസീഫ് കാളിയത്ത് വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ അവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാണ്. അതൊരു വലിയ മീഡിയമാണ്. പണ്ടാണെങ്കിൽ അങ്ങനെ പറ്റില്ല. പണ്ടാണെങ്കിൽ നമ്മളൊരു എഴുതുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രസംഗം ചെയ്യുക, അതൊന്നും മറ്റുള്ളവരിൽ എത്താൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വളരെ ഭംഗിയായി നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ചർച്ചകൾ, നിരൂപണങ്ങൾ ഒക്കെ മറ്റുള്ളവർ എത്തിക്കാൻ ഏറ്റവും നല്ല മീഡിയം സോഷ്യൽ മീഡിയ. പക്ഷേ അത് എത്രമാത്രം എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ സംശയമുണ്ട്. അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതി കഴിഞ്ഞാൽ
അതിനെതിരെ തെറിയഭിഷേകം നടത്തുക എന്ന് പറയുന്ന ഒരു ദുരന്തത്തിലേക്ക് ഈ കാലം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യം. അതിൻ്റെ ഒരു ഡേഞ്ചറസ് ഔട്ട്കം. അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ്. സമാജത്തിനെ കുറിച്ച് സംസാരിച്ചു, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സോഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം പറഞ്ഞു. പേഴ്സണൽ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടോ? ഇല്ല, പേഴ്സണൽ ഒരു എനിക്ക് ജീവിതത്തിലെല്ലാം നല്ലത് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ്. എൻ്റെ വലിയ സെറ്റ് ബാക്സ് ഒന്നും അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. ഞാൻ പ്രതീക്ഷിത അധികം ജീവിതം തന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. വളരെ സന്തുഷ്ടകരമായ കുടുംബജീവിതം. പിന്നെ ഐ എം മോർ ഇൻ ടു സോഷ്യൽ ആക്ടിവിറ്റീസ്. കാരണം ഈ പൊതുപ്രവർത്തനമാണ് എൻ്റെ ഒരു ജീവവായു എന്ന് പറയുന്നത്. അത് എനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് വെറുതെ ഇരിക്കുന്ന ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല. എനിക്ക് പൊതു കാര്യങ്ങളിൽ ഇടപെടുക, അങ്ങനെ പൊതു കാര്യങ്ങളിൽ എന്തെങ്കിലും പിറ്റ്ഫോൾസ് എവിടെയെങ്കിലും നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോട്ടീസ് ചെയ്യുക, എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സമയവും സാഹചര്യവും BKSDC ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിൻ്റെ ഇടയ്ക്കാണ്. ഒരു പുസ്തകം എഴുതാൻ പ്ലാനുണ്ടോ? പുസ്തകം എഴുതാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കും എന്ന് എനിക്കറിയില്ല. അതിനുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്രയോ ക്രിയേറ്റീവായ ആൾക്കാർക്കുണ്ട്. ഓരോരുത്തർക്കും ഓരോ മേഖലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും വന്ന വഴികളെക്കുറിച്ച് എഴുതിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ നടക്കും. സോ ടു റാപ്പ് അപ്പ്, സമാജം മെമ്പേഴ്സും ദ ലാർജർ മലയാളി കമ്മ്യൂണിറ്റി ഔട്ട് ദെയർ, അവരോട് BKSൻ്റെ പ്രോജക്ട്സിലേക്കും ഒക്കെ കൂടുതൽ ഇൻവോൾവ് ആകാനുള്ള ഒരു കോൾ, വാട്ട് വിൽ ബി യുവർ മെസ്സേജ് ടു ദ ലാർജർ പീപ്പിൾ ഔട്ട് ദെയർ? ഒന്നിച്ചിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക, കൂടുതൽ വായിക്കുക, കൂടുതൽ സംഗീതം കേൾക്കുക, കൂടുതൽ കലാപരിപാടികൾ കാണുക. ഇതൊക്കെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കും. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം തമ്മിലടിച്ച് ജീവിക്കുന്നത് നമുക്കൊരിക്കലും സന്തോഷം നൽകില്ല. ആ പോസിറ്റീവാകുക. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ പിറ്റ്ഫോൾസ് ഉണ്ടെങ്കിൽ, ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ, ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് പോസിറ്റീവ് വശങ്ങളെ മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക. ഞാൻ എപ്പോഴും ആളുകളുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണുകയും നെഗറ്റീവ് വശങ്ങളെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം.